ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതൊരു ദുപ്പട്ടയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇപ്പോഴും ബോർഡർ വർക്കാണല്ലോ ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ട് ദുപ്പട്ടയുടെ രണ്ട് എൻഡിലും ഒരു 15 ഇഞ്ചൊക്കെ മുകളിലോട്ട് കയറ്റി ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള സ്പേസിൽ സ്പ്രെഡിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമെന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടുന്നത്. ഡിസൈൻ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഡിസൈൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ഹീറ്റ് റേസിബിൾ ആയിട്ടുള്ള പെൻ, ഹീറ്റ് റേസിബിൾ റീഫിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു പെൻ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻസ് വരച്ചിട്ടുള്ളത്. ബാക്കി നിൽക്കുന്ന സ്റ്റെയിൻ അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് റിമൂവ് ആക്കാറുള്ളത്. ഓൾറെഡി അതിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നടുക്കുള്ള ഫ്ലവറിന് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാനായിട്ട് ഞാനിവിടെ സിൽവർ കളർ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. സിൽവറിൻ്റെ റെയിൻബോ കളർ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. മൈക്രോ കട്ട് ബീഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഡിസൈൻ വളരെ ചെറുതായതുകൊണ്ടാണ് ഈ മൈക്രോ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോരോ ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 ബീഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നീഡിൽ ഞാനിവിടെ അയൺ നീഡിലാണ് എടുത്തിട്ടുള്ളത്. ത്രെഡ് അതേപോലെ തന്നെ നമ്മുടെ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നൈലോൺ ത്രെഡ് ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ മെഷീൻ ത്രെഡ് ആയാലും ഉപയോഗിക്കാം. നോർമൽ മെഷീൻ ത്രെഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിൻ്റെ സെയിം കളർ ആയിരിക്കണം നൂലും എടുക്കേണ്ടത്. അങ്ങനെ ഔട്ട്ലൈൻ ഫുൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് സിൽവർ കളർ സീക്വൻസും അതേപോലെ തന്നെ സെയിം കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നീഡിലിൽ സീക്വൻസും കട്ട് ബീഡും ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കർവ് ഷേപ്പിന്റെ തൊട്ട് താഴേന്ന് നമുക്ക് തുടങ്ങാം. ഇതേപോലെ ഒരു സീക്വൻസും 2 കട്ട് ബീഡും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്തതിന് തൊട്ടപ്പുറത്ത് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ മേലേക്ക് കൊണ്ടുവരിക. കുറച്ചൊന്ന് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ സീക്വൻസും കട്ട് ബീഡും ആഡ് ചെയ്ത് കൊണ്ടുവരിക. താഴെ ഒരു സ്റ്റിച്ച്, തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച്. ഈ ലോക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ബീഡ്സ് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് അനങ്ങാതിരിക്കാനായിട്ടാണ് നമ്മളൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിടുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഫുള്ളും ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സിൽവർ കളർ സീക്വൻസ് എടുക്കാം. ഈ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു റൗണ്ട് പോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സീക്വൻസ് ആഡ് ചെയ്യുക. തൊട്ടടുത്ത് അടുത്ത സ്റ്റിച്ചിൽ ഒരു സീക്വൻസ് ആഡ് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഓരോ സീക്വൻസ് വീതം ആഡ് ചെയ്ത് അത് ഒരു റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവരാം. അപ്പോൾ അതൊരു ഫ്ലവർ പോലെ സെൻറ്ററിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ബീഡും കൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ഷുഗർ ബീഡാണ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. അത് ഇതേപോലെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഇതാണ് ഉള്ളിലെ റൗണ്ടിൽ വരുന്ന ഡിസൈൻ. നമുക്ക് സൈഡിലുള്ള ലീഫിൻ്റെ ഡിസൈൻ കൂടി ചെയ്തെടുക്കാം. അടുത്ത ലീഫ് ചെയ്ത് കൊടുക്കാം. അതിനും നമ്മൾ ഈ സിൽവർ കളർ കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ലീഫ് 5 കട്ട് ബീഡ് ഇതേപോലെ ഒന്ന് ചെരിച്ച് 3 ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് സെറി വർക്കിൻ്റെ ഒരു ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഈ സിൽവർ കളർ കട്ട് ബീഡ് വെച്ചിട്ട് തന്നെ ഒരു ലെയർ കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്നില്ല. ഇതേപോലെ തന്നെ എല്ലാ ലീഫും ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി സെൻറ്ററിൽ ഈ ഒരു ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇനി അത് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മേലയിലായിട്ട് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഓരോരോ സീക്വൻസ് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ചിൽ ഒരു സീക്വൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാം, താഴെ വരെ കൊണ്ടുവരാം. എന്നിട്ട് അവിടെ ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ സൈഡിൽ നിന്നും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്നും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ കൊടുത്ത ആ ലൈനിന് തൊട്ട് താഴെയായിട്ടായിരിക്കണം ഇനി തുടങ്ങേണ്ടത്. കണ്ട് ഇതേപോലെ 2 സൈഡിലും കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് ഒരു എൻഡ് നോട്ട് കൊടുക്കുക. അപ്പോൾ അതും അവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ലീഫൊക്കെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. സിൽവർ കളർ കട്ട് ബീഡ് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സിൽവറിൻ്റെ സീക്വൻസ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ സീക്വൻസും എടുത്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത് കാണിച്ച പാറ്റേൺ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ മതി. പിന്നെ ഇടയിൽ ചില സ്ഥലത്ത് ഞാൻ എക്സ്ട്രാ ലീഫിൻ്റെ ഡിസൈനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ആരി റിംഗ് ഫ്രെയിമിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കൊക്കെ മിക്കവരും ആരിക്കോട്ടിൽ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആരിക്കോട്ട് ഇല്ലാത്തവർക്ക് ഇത് ആരി റിംഗ് ഫ്രെയിം മാത്രം ഉള്ളെങ്കിൽ അതിലിട്ടിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്കിൻ്റെ മേലെ കൂടെ നമ്മൾ റിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ബീഡ്സ് ഡാമേജ് ആയി പോകൂലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡാമേജ് ആവാത്ത രീതിക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് ഡാമേജ് ഒന്നും വരാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്ക്രൂ ഉണ്ടല്ലോ, സൈഡിലുള്ള സ്ക്രൂ നല്ല രീതിക്ക് ലൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വർക്ക് വരുന്ന ആ ഭാഗത്ത് ആദ്യം തന്നെ റിംഗ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സൈഡിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടിപ്പോൾ ബീഡ് ഒന്നും പൊട്ടിപ്പോവാതെ കിട്ടിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഒരു പകുതി വരെ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാ എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് മെറ്റീരിയൽ വലിച്ചു കൊടുക്കില്ല, അതേപോലെ മെറ്റീരിയൽ എല്ലാ സൈഡിൽ നിന്നും വലിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ വർക്ക് വരുന്ന ഭാഗത്ത് അധികം പ്രഷർ കൊടുത്തിട്ട് വലിക്കാൻ പാടില്ല. അതിന് പകരം ഓപ്പോസിറ്റുള്ള സൈഡിൽ നിന്ന് വേണം വലിച്ച് ടൈറ്റ് ആക്കാനായിട്ട്. ഒരു വട്ടം ഇതേപോലെ വലിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ വർക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ അധികം വലിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇത്തിരി ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ബാക്കി ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിട്ടും, നമുക്ക് എളുപ്പത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹീറ്റ് റൈസബിൾ പെൻ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻസ് വരയ്ക്കാറുള്ളത്. അത് ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ട് മാച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റെയിനൊക്കെ പോയിട്ട് നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് തട്ടമായിട്ട് ഇടാനായിട്ടാണ് കസ്റ്റമർക്ക്. അപ്പോൾ തലയിൽ വരുന്ന ഭാഗത്ത് ചെറിയൊരു 20 ഇഞ്ചിൽ ഇതേപോലെ നീളത്തിലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയി. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ലീഫിൻ്റെ ഡിസൈനും പിന്നെ ചെറിയൊരു ഫ്ലവർ ഡിസൈനും വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ആരി വർക്കിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.